അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമുക്കതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഹാർഡ് ഡിസ്ക് തിരിച്ച് അഞ്ജലിയുടെ കയ്യിലേക്ക് തന്നെ എത്തും എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചുമ്മാ ഹാർഡ് ഡിസ്ക് കയ്യിലേക്ക് എത്തിയാൽ പോരാ, ഈ ഹാർഡ് ഡിസ്ക് തിരിച്ചു കൊടുക്കുന്ന ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് അതിന് എന്തായിരിക്കും ഒരു പോംവഴി എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അല്ലെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ ഇന്ന് വന്ന അതായത് ഈ വീക്ക് വന്ന വീക്കെൻഡ് പ്രൊമോ കുറച്ചധികം സംഭവവികാസങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ തന്നെയായിരുന്നു. അപ്പോ ഏറ്റവും സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് തന്നെയാണ്. ഈ ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ അഞ്ജലിക്ക് പത്മ കേസിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒരു രീതിയിലും പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത് അല്ലെ. പക്ഷെ നമുക്ക് ഇന്നലെ വന്ന എപ്പിസോഡിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, അഞ്ജലിക്ക് ഈ ഹാർഡ് ഡിസ്ക് കിട്ടും. അത് മാത്രമല്ല, പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് അഞ്ജലിക്ക് ഈ ഹാർഡ് ഡിസ്ക് കിട്ടുന്നു എന്നുള്ളത് കാര്യം. പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഹാർഡ് ഡിസ്ക് തിരിച്ച് അഞ്ജലിക്ക് കിട്ടും എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷെ ഈ ഹാർഡ് ഡിസ്ക് ഈ എടുത്തു കൊടുത്ത ആളുടെ കയ്യിൽ റിപ്പയറിങ് അല്ല, അതിലെന്തെങ്കിലും ഒരു പരിപാടി നടന്നിട്ടുണ്ടോ, ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും കോപ്പി എടുത്ത് മാറ്റിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹരി ഈ ഷോപ്പിൽ കൊണ്ടുപോവുകയും അത് തേടിയ വഴി കാലിൽ ചുറ്റിയ പോലെ എത്തുകയൊക്കെ ചെയ്തത് അല്ലെ. പക്ഷെ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹാർഡ് ഡിസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് അഞ്ജലിക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അഞ്ജലിക്ക് ഒറിജിനൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഹരിയുടെ അടുത്ത്, അതായത് നമുക്ക് പ്രൊമോയിൽ കാണാം, കാവ്യയുടെ കയ്യിലേക്ക് ഹരി ഹാർഡ് ഡിസ്ക് കൊടുക്കുന്നു. കുറുപ്പുണ്ട്, രാഘവനുണ്ണിയുണ്ട്, അങ്ങനെ അവിടെ എല്ലാവരും വളരെ ആഹ്ലാദിച്ച് നിൽക്കുന്ന സീനുകൾ നമുക്ക് പ്രൊമോയിൽ കാണാം. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, അതായത് രാഘവനുണ്ണിയുടെ അടുത്ത്, അതായത് കുറുപ്പിന്റെ കാവ്യയുടെ അടുത്തൊക്കെ ഒരു ഹാർഡ് ഡിസ്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് ഡിസ്ക് കാവ്യയുടെ കയ്യിൽ ഇരിക്കുന്നത് മിക്കവാറും ഒരു കോപ്പി പോലത്തെ സാധനമായിരിക്കാം, ഒറിജിനൽ അല്ലായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചു ആകാം, ഒറിജിനൽ തന്നെ തിരിച്ച് കാവ്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കോപ്പി, അതായത് ഹരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കോപ്പി ആയിരിക്കും ഒരു പക്ഷെ അഞ്ജലിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയും ആകാം കേട്ടോ. എന്താണെങ്കിലും അവിടെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഷോപ്പുകാരൻ അഞ്ജലിക്ക് ഈ ഹാർഡ് ഡിസ്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു തിരിമറി അവിടെ നടത്തിയാൽ ശരിക്കും പറഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാളുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാ. അറിയാലോ, ഇതറിഞ്ഞ രാഘവനെയും കുറുപ്പ് അറിഞ്ഞാൽ എന്താ ചെയ്യാന്ന്. കുറുപ്പിന് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് അല്ലെ. അപ്പൊ അതിനൊരു പോംവഴി ശരിക്കും പറഞ്ഞാൽ അഞ്ജലി കണ്ടെത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതിന് കണ്ടെത്തുന്ന ഒരു വഴി പോലെയാണ്. നിങ്ങൾ പ്രൊമോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രൊമോയിൽ ഒരാള് ഈ രാഘവനുണ്ണിയുടെ വീട്ടിൽ വെച്ച് ശംഖുചക്രം തറവാട്ടിൽ വെച്ച് ഒരാൾ മുഖം മൂടിയിട്ടാണ് ഓടിപ്പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു പക്ഷെ ഒരാളിങ്ങനെ വന്നു പോകുന്ന പോലെ സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടാനായിട്ട് ചെയ്തു വെച്ചൊരു നാടകം പോലെ എനിക്ക് തോന്നിയത്. അങ്ങനെ ആയിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ ഈ ഹാർഡ് ഡിസ്ക് ഉറപ്പായിട്ടും കോപ്പി പോയിട്ടുള്ളത്, അല്ലെ അഞ്ജലി കേസായിട്ട് ഹാർഡ് ഡിസ്കുമായിട്ട് പിന്നീട് വന്നാൽ ഉറപ്പായിട്ടും ആ കടക്കാരന് പ്രശ്നം എന്നുള്ള ഉറപ്പാ. കാരണം എന്താന്ന് വെച്ചാൽ അയാൾ അറിയാതെ ഈ ഹാർഡ് ഡിസ്കിൽ പിന്നീട് തിരിമറി നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് അയാള് സംരക്ഷിക്കുക കൂടി ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിലും ഹാർഡ് ഡിസ്ക് തിരിച്ച് അഞ്ജലിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പത്മ കേസിലെ ഏറ്റവും വലിയ പിടിവലിയാണ് സംഭവം. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും പത്മ കേസായിട്ട് മുമ്പോട്ട് പോകാം. ഇതിനിടയ്ക്ക് ഈ പ്രൊമോയിൽ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. പ്രൊമോയില് ഈ പത്മയെ കണ്ടെത്താനായിട്ട് പറ്റുമോ എന്നൊന്നും ഒരു വ്യക്തത വരുത്തുന്നില്ല. പക്ഷെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സീനുകളൊക്കെ കാട്ടിയിട്ട്. അതിനിടയിൽ മോർച്ചറിയിൽ പോയിട്ട് അഞ്ജലി നോക്കണതും പോകണതും കൂട്ടുകാരെ കൂടി പോണതും അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പത്മ കേസ് ഇതോടുകൂടി തീർന്നു പോകും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
കാരണം അങ്ങനെ അത്രയേറെ സ്ട്രഗിൾസും എല്ലാം ഫേസ് ചെയ്തിട്ടാണ് അഞ്ജലി ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താണെങ്കിലും ഇപ്പോഴെല്ലാം അർജുന്റെ സപ്പോർട്ട് കൂടി അഞ്ജലിക്ക് നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അർജുനായിട്ട് ഉണ്ടായിരുന്ന മാനസികമായിട്ട് ചെറിയൊരു അകൽച്ച ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാവ്യയും അനുപമയും ഒന്നായി മാറുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം എന്നുള്ളത്. കുറേയേറെ നല്ല കാര്യങ്ങൾ ഈ ഹാർഡ് ഡിസ്ക് തിരിച്ചു കിട്ടുന്നു, അർജുന്റെ സപ്പോർട്ട് കിട്ടുന്നു, കുറെ നല്ല കാര്യങ്ങൾ അഞ്ജലിക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ അനുപമയും കാവ്യയും കൂടി ഒന്നിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ അഞ്ജലിയുടെ ജീവന് പോലും ഭീഷണിയാണെന്നുള്ള ഉറപ്പാണ്. ഇതിനിടയിൽ അഞ്ജലിയെ ഒരു അനിയത്തിയായിട്ട് പോലും കാണുന്നില്ല എന്ന രീതിയിൽ കാവ്യയോട് ശരിക്കും അനുപമ തള്ളി പറയുന്നത് നമുക്ക് പ്രൊമോയിൽ കാണാം. നിങ്ങളെല്ലാം പറയുന്നത് എൻ്റെ അനിയത്തിയാണ്, ഞാൻ അവളുടെ ചേച്ചിയാണ്, അങ്ങനെയൊക്കെയാണല്ലോ. ഒരിക്കലും അല്ല. അവളെ എൻ്റെ രക്തബന്ധത്തിൽ അവൾ വന്ന് പിറന്നുപോയി. അവളെ ഞാൻ ഒരു രീതിയിലും എൻ്റെ ഒരു അനിയത്തിയായിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് എൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം, എൻ്റെ നിലനിൽപ്പാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി അവളെ ഇല്ലാതാക്കാൻ പോലും എനിക്ക് മടിയില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും അനുപമ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അർജുന് അതുപോലെ അഞ്ജലിയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി എന്നുള്ള പ്രൊമോയിൽ നമുക്ക് കാണാം. അപ്പൊ അനുപമ കാവ്യക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ്. നീ അവളെ ഇല്ലാതാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു, എന്തിന് സപ്പോർട്ട് ഞാനുണ്ട്. കാരണം എനിക്കും നിന്റെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ശംഖചക്രം തറവാട്ടിൽ ജീവിക്കുക, അവിടെ കയറുക, ജീവിക്കുക, അങ്ങനെയുള്ള കാര്യമാണ്. അപ്പൊ അതിനപ്പം നമ്മൾ രണ്ടുപേരും ഒരു ടീമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അഞ്ജലി എൻ്റെ അനിയത്തിയാണ് എന്നൊരു പരിഗണന നീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ അവളെ ഒരു അനിയത്തിയായിട്ട് എൻ്റെ മനസ്സിൽ ഒരു രീതിയിലുള്ള പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഒരു വാക്ക് അനുപമ ശരിക്കും പറഞ്ഞ കാവ്യയോട് പറയും. അപ്പോൾ ഈ രണ്ട് ദുഷ്ടശക്തികളും കൂടി ഒരുമിച്ചായിരിക്കും ഇനി അഞ്ജലിയെ നേരിടാനായിട്ട് പോകുന്നത്. കാരണം അർജുനും അഞ്ജലിയും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട് എന്നുള്ളൊരു സത്യം ഇവർ തിരിച്ചറിയുന്നുണ്ട്. നമുക്കറിയാം, പക്ഷെ അഞ്ജലി ഇപ്പോഴും അർജുനോട് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറമെ അത് എക്സ്പ്രസ് ഒരിക്കലും ചെയ്തിട്ടില്ല അഞ്ജലി കേട്ടോ. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അതുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ അനുപമയുടെയും കാവ്യയുടെ ഒക്കെ കണ്ണുകളി ആ രീതിയിലായിരിക്കില്ല. കാരണം ഇവർ ഒരുമിച്ചിരിക്കുന്നു, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ അവര് വേറൊരു തലത്തിലൊക്കെ ആയിരിക്കും ഇത് ചിന്തിച്ചു കൂട്ടുന്നത് കേട്ടോ. കാരണം എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കും അഞ്ജലി സ്വന്തമാക്കണമെന്ന് ആയിരിക്കുന്ന അർജുനാണെങ്കിലും അഞ്ജലി ആ ഒരു ലെവലിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല, അങ്ങനെ ഒന്നും എക്സ്പ്രസ് ചെയ്തിട്ടുമില്ല. അഞ്ജലിക്ക് കൂട്ടായിട്ട് ഇപ്പോൾ അർജുൻ കൂടെയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പല പ്രതിസന്ധികളും ഇനി മുമ്പോട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പത്മ കേസുമായി ബന്ധപ്പെട്ടും അല്ലാതെയും എല്ലാ രീതിയിലും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോഴെല്ലാം താങ്ങായിട്ടും തണലായിട്ടും അർജുൻ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും കൂടുതൽ വീഡിയോസുമായിട്ട് വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റുകൾ ചെയ്യുക. നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വരാം. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.